ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2025 മെയ് മാസം 4-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലമാണ് പറയുന്നത്. കൊല്ലവർഷം 1200-ാം ആണ്ട് മേടമാസം 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയുള്ള ഒരു ആഴ്ച. ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാന കാര്യങ്ങൾ, വിശേഷങ്ങൾ, ഉത്സവങ്ങൾ. 2025 മെയ് മാസം 6-ാം തീയതിയാണ് തൃശൂർ പൂരം. 2025 മെയ് മാസം 8-ാം തീയതിയാണ് ഏകാദശി. അന്നേ ദിവസം വെളുപ്പിന് 5:59 മുതൽ വൈകിട്ട് 7:08 PM വരെയാണ് ഹരിവാസരം. ഈ ഹരിവാസര സമയം പൂർണ്ണമായി വ്രതം എടുക്കുന്നതും ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാനും ദോഷങ്ങൾ മാറുവാനും ഒക്കെ ഉത്തമമാണ്. നക്ഷത്ര ഫലത്തിലേക്ക് കടക്കുമ്പോൾ 12 രാശികളിലായിട്ടാണ് പറയുന്നത്. 2.25 നക്ഷത്രം വീതം. മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഒക്കെയുള്ള ആഴ്ചയാണ്. പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ്. അപ്രതീക്ഷിതമായ ചില ധന ആഗമന യോഗങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ്. തൊഴിൽ പുരോഗതിയും വന്നുചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും വളരെ ഐശ്വര്യപൂർണമായ കാലം. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും വന്നുചേരും. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവുമുണ്ട്. ഭാഗ്യാധിപന്റെ സ്ഥിതിയൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കായാലും മറ്റ് കാർഷിക മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കോ വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കുമൊക്കെ ഏറ്റവും അനുകൂലമായിരിക്കുന്ന ആഴ്ച. പുതിയ വാഹനം വന്നു ചേരുന്നതിനോ അതുപോലെ തന്നെ വാഹന സംബന്ധമായ ജോലികളൊക്കെ ചെയ്യുന്നവർ, അത് വാഹനം ഓടിക്കുന്നവരായാലും മെക്കാനിക്കൽ വിഭാഗത്തിലുള്ളവരായാലും മറ്റ് ബ്രോക്കറിംഗ് പോലെയുള്ളവർക്കും ഒക്കെ അപ്രതീക്ഷിതമായ ഒരു ധന ആഗമന യോഗം ഉണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ തടസ്സങ്ങളോ ക്ലേശങ്ങളോ ഉണ്ടാകാം. മാന അപമാനങ്ങളോ അവിഖ്യാതികളോ ഉണ്ടാകാതെയും വളരെ ശ്രദ്ധിക്കണം. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു ആഴ്ചയാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ ആഴ്ച. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും യോഗമുണ്ട്. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണരത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണല്ലോ. അപ്പോൾ പല രീതിയിലും കാര്യങ്ങൾക്ക് ഒരു തടസ്സങ്ങൾ ഉണ്ടാകുക സ്വാഭാവികം. ദമ്പതികളായിട്ടുള്ളവർക്ക് പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു. തൊഴിൽ രംഗത്തും പുരോഗതികൾ കണ്ടു തുടങ്ങുന്ന ഒരു ആഴ്ചയാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണരത്തിന്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ശ്രേയസ്സും യശസ്സും വർദ്ധിക്കുന്ന ഒരു ആഴ്ച. ദൈവാധീനവും ഭാഗ്യവും ഉള്ള ആഴ്ചയാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ഒരു ധന ആഗമന യോഗവും മനസ്സമാധാനവും ഒക്കെ ഉള്ള ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യ സമ്പൂർണമായ ആഴ്ച. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. കാർഷിക രംഗത്തുള്ളവരായാലും മറ്റ് മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അധ്യാപകരായാലും ഒക്കെ നല്ല ഒരു ആഴ്ചയാണ്. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനമുണ്ട്, ഭാഗ്യവുമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായി. കണ്ടകശനിയൊക്കെ മാറി ദാമ്പത്യ ജീവിതത്തിൽ പൊതുവെ ഐശ്വര്യം വന്നു ചേരുന്ന ഒരു ആഴ്ച.
വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണം. അധിക കടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം. കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുന്നതും വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമാണ്. സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുന്നതും ചില മാനാപമാനങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുക. തൊഴിൽ വിജയം വന്നു ചേരും. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിന്റെ 2, 3, 4 പാദവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്, ഭാഗ്യമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. സംസാരമൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ്. കരാർ ഉടമ്പടികളിലൊക്കെ ഒപ്പുവെക്കുന്നവർക്ക് പല രീതിയിലും അഭിവൃദ്ധികൾ വന്നു ചേരുവാനും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുക വഴി പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാകുവാനും സൂചനയുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമാണ്. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതവും ഐശ്വര്യപൂർണമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങളും വന്നു ചേരും. കൊടുക്കൽ വാങ്ങലൊക്കെ കൃത്യതയോടെ ചെയ്യുവാൻ പറ്റുന്ന ഒരു ആഴ്ചയും. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷവും ഐശ്വര്യവും ഉള്ള ആഴ്ച. ഏതെങ്കിലും തരത്തിൽ കേസുകളോ നിയമപ്രശ്നങ്ങൾ മൂലം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവരോ കടങ്ങൾ മൂലം സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നവർക്കും കടങ്ങളൊക്കെ വീടുന്നതിനും കേസുകളൊക്കെ വിട്ടുപോകുന്നതിനും ഒക്കെ സൂചനയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തൊഴിൽ രംഗത്തും വിജയങ്ങൾ വന്നു ചേരും. പ്രത്യേകിച്ച് കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അതുമായി ബന്ധപ്പെട്ട് കായിക ശേഷി ഉപയോഗിച്ച് ജോലികൾ ചെയ്യുന്ന, കെട്ടിട നിർമ്മാണ ജോലികൾ ചെയ്യുന്നവരായാലും ഒരു ഹോം നേഴ്സ് ആയാലും അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളും വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും നല്ലതാണ്. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനവും ഭാഗ്യവും ഉണ്ട്. പൊതുവെ ദമ്പതികളായിട്ടുള്ളവർക്ക് കുടുംബത്ത് സന്തോഷകരമായി ജീവിക്കുവാൻ ഐശ്വര്യമുള്ള കാലം. അതുപോലെ തന്നെ ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കണ്ടകശനിയൊക്കെ മാറി ജീവിതം ഐശ്വര്യത്തിലേക്ക് വരുന്നു. കുടുംബത്ത് സമാധാനം. തൊഴിൽ സ്ഥലത്തും പൊതുവെ സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കണം. പാഴായി പോയാൽ കടങ്ങളൊക്കെ വീട്ടേണ്ട അവസരമുള്ള കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. പാഴ് ചെലവുകൾ ഒഴിവാക്കുക. ആഡംബര ജീവിതത്തിൽ അനാവശ്യമായ ചെലവുകളൊക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകുവാനോ അപമാനങ്ങൾ ഉണ്ടാകുവാനോ ഒക്കെ സൂചനയുള്ളതിനാൽ എതിർലിംഗക്കാരും ഒക്കെ ആയിട്ട് അടുത്ത് ഇടപഴകുന്നതൊക്കെ വളരെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ മനസ്സറിയാത്ത കാര്യത്തിനായിരിക്കുമല്ലോ ചില പേരുദോഷം ഉണ്ടാകുക. വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ആഴ്ച. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാട, ഉത്രാടത്തിന്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ദൈവാധീനം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ്. അധിക സാഹസികത പാടില്ല. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരസ്ഥാനിയിൽ നിന്നുമൊക്കെ സഹായങ്ങൾ ലഭിക്കും. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഗൃഹം പുതുക്കി പണിയുകയോ പുതിയ ഒരു വാഹനം വന്നു ചേരുകയോ ഒക്കെ ചെയ്യുന്നതിന് യോഗമുള്ള സന്തോഷമുള്ള ആഴ്ച. എന്നിരുന്നാലും തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ചില പ്രശ്നങ്ങൾ മൂലം മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ ശ്രദ്ധിക്കണം. ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വളരെ അനിവാര്യമാണ്. വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ വന്നു ചേരുകയും ചെയ്യും. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. അവിട്ടത്തിന്റെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനമുണ്ട്, ഭാഗ്യവുമുണ്ട്. 7.5 ശനിയൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞ് ജീവിതത്തിലേക്ക് പുതിയ പദ്ധതികളുമായിട്ട് വരികയോ പുതിയ ജോലിയൊക്കെ കിട്ടുകയോ, ദീർഘനാളുകളായിട്ട് ജോലി ഇല്ലാത്തവരും
ചെയ്തുകൊണ്ടിരുന്ന ജോലി പരാജയപ്പെട്ട് വളരെ വിഷമിച്ച് കഴിയുന്നവർക്കും പുതിയ ഒരു സംരംഭം ആരംഭിക്കുന്നതിനും കടങ്ങളൊക്കെ വീടുന്നതിനും ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ ആ രോഗാവസ്ഥകളൊക്കെ മാറുന്നതിനും സുഹൃത്തുക്കളുടെയും സഹോദര സ്ഥാനീയരുടെയും സമൂഹത്തിലെയും ഒക്കെ സഹായങ്ങൾ ലഭിക്കുകയും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും കുടുംബത്തും സന്തോഷമുള്ള കാലം. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. പൊതുവെ വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ കാലം. മീനം കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ 3, 4 പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് നല്ലതുപോലെ ദൈവാധീനമുണ്ട്. കുടുംബത്ത് ഉള്ള പ്രശ്നങ്ങളൊക്കെ സ്വയം നിയന്ത്രണത്തിൽ വരികയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. ഉത്തമ വാഹനം വന്നു ചേരുവാനും യോഗമുള്ള ആഴ്ച. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ഏതെങ്കിലും രോഗാവസ്ഥകൾ ഉണ്ടെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാകുന്നതിനൊക്കെ യോഗമുണ്ട്. സംസാരമൊക്കെ വളരെ വളരെ ശ്രദ്ധിക്കണം. കലാരംഗവുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവരോ കലാരംഗത്ത് വിദ്യാർത്ഥികൾക്കുമൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ച. തൊഴിൽപരമായിട്ടും അഭിവൃദ്ധിയുള്ള ആഴ്ചയാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം. ഓരോ തരത്തിലും മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകാം. കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരോ ഒക്കെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ്. മീനം രാശിക്കാരായിരിക്കുന്ന പൂരിട്ടാതി 4 പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുന്നു. 7 ശനി ജന്മത്തിലേക്ക് വന്നിരിക്കുന്നു. സപ്തമഭാവത്തിൽ കേതുവൊക്കെ സ്ഥിതി ചെയ്യുകയും കൂടി ചെയ്യുന്നതിനാൽ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും അത് ബാധകമാണ്. നിയമപരമായ പ്രശ്നങ്ങളിൽ ചെന്ന് പെട്ടുപോകാതെയും വളരെ ശ്രദ്ധിക്കണം. അത് കാർഷിക രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും മെക്കാനിക്കൽ സംബന്ധമായ ജോലികൾ ചെയ്യുന്നവരായാലും നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന അഡ്വക്കേറ്റുമാര്, പോലീസ് ഓഫീസേഴ്സ്, അതുപോലെ തന്നെ അധ്യാപകര്, സർക്കാർ ജീവനക്കാര്, അവർക്കൊക്കെ നിയമപരമായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മൂലം മാനസിക ക്ലേശം ഉണ്ടാകുന്നതിനും തൊഴിൽ തടസ്സം ഉണ്ടാകുന്നതിനും ഒക്കെ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും വേണം ഇടപാടുകാരും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴും കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോഴും ഒക്കെ ഇടപെടുവാനായിട്ട്. പ്രധാനമായിട്ട് 27 നക്ഷത്രക്കാരും അവരവരുടേതായ രീതിയിൽ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ ചെയ്യുന്നതും കഴിയാവുന്ന രീതിയിൽ വ്രതാനുഷ്ഠാനങ്ങൾ ഒക്കെ എടുക്കുന്നതും ദോഷങ്ങൾ ഇല്ലാതാക്കുകയും ഐശ്വര്യങ്ങൾ കൊണ്ടുതരുന്നതുമാണ്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്.